ഇന്ത്യൻ മാർക്കറ്റില് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്, ETF, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും. എന്നാൽ പലരും മറന്നു പോകുന്നതും എന്നാൽ അത്ര ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിട്ടേണിലുള്ള അപ്രിസിയേഷൻ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് പല ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ മാർക്കറ്റ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാവരുടെയും മദർ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റുകളിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതുവഴി നമുക്കുള്ള നേട്ടം എന്താണ്? ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന കമ്പനികളിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒതുങ്ങിപ്പോകുന്നത്. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗൂഗിൾ ആൽഫബറ്റ്സ്, അതേപോലെ ടെസ്ല, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇതുപോലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനികളിൽ, ലോകത്തിന്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനികളിൽ നമുക്ക് ഭാഗവാക്കാകാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ആ കമ്പനിയുടെ വളർച്ചക്കൊപ്പം നമുക്ക് റിട്ടേൺ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ പലരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ മിക്ക സമയങ്ങളിലും കാണാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു വിത്തിൻ ദ ബോക്സ് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും പുറത്തോട്ടും ഒന്ന് വൈഡായിട്ട് ഒന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുവരാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഓവറോൾ റിട്ടേൺ നമുക്ക് വളരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്.